ഇതാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്ന എനർജി റീഡിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു സ്റ്റിക്ക്. തട്ടിക്കൂട്ടിയെടുത്ത ഈ ഒരു സാധനം കൊണ്ട് എനർജി കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. എൻ്റെ ഉള്ളിലുള്ള എനർജി ഏതാണെന്ന് ഇതുകൊണ്ട് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ നെഗറ്റീവാണ് നിൽക്കുന്നത്. താങ്കളെ എക്യുപ്മെന്റ് എടുത്ത് എനിക്ക് നേരെ നീട്ടിയിട്ട് എൻ്റെ കണ്ണുകളിലേക്ക് ഒരു നോട്ടം നോക്കും. ഞാനൊന്ന് നോക്കുന്നു, മാക്സിമം പിടിച്ചു നിൽക്കാം. രോഹിതേട്ട, ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഈ വേണുചേട്ടനായിട്ടുള്ള ഇന്റർവ്യൂ ആണ് കണ്ടത്. അപ്പോ ആ വീഡിയോയില് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഈ ഒരു സാധാരണ മനുഷ്യർക്ക് ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ അംഗീകരിക്കാനോ ഒക്കെ കുറച്ച് പ്രയാസമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ ആ ഒരു ഇന്റർവ്യൂവിനകത്ത് അദ്ദേഹം ഒരു ഉപകരണം, എനർജി കണ്ടുപിടിക്കാനുള്ള ഒരു ഉപകരണം രോഹിതേട്ടന്റെ നേരെ കാണിക്കുമ്പോൾ രോഹിതേട്ടന് ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ചുമക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് ആ വീഡിയോയിൽ കാണുന്നുണ്ട്. അപ്പം അത് എത്രത്തോളം രോഹിതേട്ടൻ അങ്ങനെ വല്ലത് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണോ, എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഇത് കുറെ പേര് വിളിച്ചു ചോദിച്ചൊരു ചോദ്യമാണ്. ഈ ഹൈലൈറ്റ്സിൽ കാണുന്ന ഈ ചുമയും കാര്യങ്ങളും ഒന്നും വീഡിയോയിൽ ഇല്ലല്ലോ എന്നുള്ളത്. അപ്പം വേണു ഇടയത്തിന്റെ ഇന്റർവ്യൂ ആദ്യമായി അബാക് മീഡിയയിൽ എടുക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തെ സീനിയർ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിട്ടുള്ള RG നാദിയാണ്. അദ്ദേഹത്തിന് പേഴ്സണലി ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ആളാണ് വേണു ഇടയത്ത്. അതായത് നമ്മുടെ ജോർജ് മാത്യു സാറുണ്ട്, പാരാസൈക്കോളജിസ്റ്റ്. നമ്മൾ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി രാജേഷ് ചേട്ടൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ചാനലിൽ നിന്ന് പോയ സമയത്താണ് വേണു ഇടയത്തിനെ കുറിച്ച് കേൾക്കുന്നതും പരിചയപ്പെടും. ജോർജ് മാത്യു സാറ് അറ്റൻഡ് ചെയ്യുന്ന കേസുകളിൽ സൈക്കിക് ആയിട്ട് പോകുന്ന ആളാണ് ഈ വേണു ഇടയത്ത്. അദ്ദേഹത്തിന് ചില എനർജികൾ സെൻസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അത് അദ്ദേഹത്തിന്റെ പരിമിതമായ അറിവുകളിൽ നിന്ന് പഠിച്ചെടുത്തതും അദ്ദേഹത്തിനായി ജന്മന കിട്ടിയ സിദ്ധിയുമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ആ കഥകളിൽ പല വിഷയങ്ങൾ ഡീൽ ചെയ്യാൻ പോയപ്പോഴുണ്ടായ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ കുറേ എപ്പിസോഡുകളായി അബാക് മീഡിയയിൽ പോയിട്ടുണ്ട്, ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ഒരു ദിവസമാണ് ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അത് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോയതല്ല, അവിചാരിതമായി ഞാൻ അവിടെ എത്തപ്പെട്ടതാണ്. അപ്പോൾ സ്വാഭാവികമെന്ന RG നാദി ചേട്ടൻ ഈ വീഡിയോ എടുക്കാൻ ആങ്കർ ചെയ്യാൻ ഇരിക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പറയുന്നത് വേണുചേട്ടൻ ഇന്റർവ്യൂ ആണ് എന്ന് നമ്മൾ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ചെല്ലുമ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തോട്ടെ, ഞാൻ ഫോണിലൂടെയാണ് സംസാരിക്കുക, ഞാൻ എടുക്കാം അത് എന്ന് പറയുമ്പോൾ RG ചേട്ടൻ കുഴപ്പമില്ല രോഹിത് എടുക്കൂ എന്ന് പറയും. അപ്പോൾ ഞാൻ എറണാകുളത്ത് ഡ്രൈവ് ചെയ്തിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്നു. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ തന്നെ ഇദ്ദേഹം സ്റ്റുഡിയോയിലുണ്ട്. അപ്പം കണ്ടു, പരിചയപ്പെട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു ഓക്കെ, ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്, എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പുള്ളി എന്നോട് പറയുന്ന ഡയലോഗ് ഏതാണ്, മറ്റേ തസ്മൈ ഗുരുജിയോട് ചോദിച്ച പോലെയുള്ള ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്, ഞാനൊരു പാവമാണ് എന്നൊക്കെ അദ്ദേഹം ഇങ്ങനെ തമാശ രൂപേണ പറഞ്ഞു. ഞാനും അതിനെ തമാശ രൂപേണ വളരെ റെസ്പെക്റ്റോടുകൂടി അദ്ദേഹത്തിനോട് സംസാരിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഞാൻ ചെന്നതിൻ്റെതായ വാഷ്റൂമിൽ പോയിട്ടൊക്കെ വന്നു. ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം അവിടെ ഇരുന്നിട്ട് ഉറക്കം വന്നിട്ട് കോട്ടുമായിരുന്നുണ്ട്, വേണിച്ചേട്ടൻ കോട്ടുമായിട്ടു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നടക്കാൻ നേരം എവിടെയോ കാല് തട്ടി വീഴാൻ തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് എടുത്ത സ്റ്റുഡിയോ ആണ്, പുതിയതായിട്ട് എടുത്ത ബിൽഡിംഗ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് അവിടെ ചെല്ലുന്നത്. നമ്മുടെ സ്വന്തം സ്റ്റുഡിയോ ആണെങ്കിലും നമ്മൾ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം സ്റ്റുഡിയോ ചെല്ലുന്നത്. എടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ച ഇങ്ങോട്ട് ആവുന്നേ ഉള്ളായിരുന്നു. ആദ്യത്തെ ഷൂട്ടാണ് തോന്നുന്നത് വേണിച്ചേട്ടൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പുള്ളി പോയിട്ട് പുള്ളിയുടെ വണ്ടിയിൽ നിന്ന് ഒരു ബാഗ് എടുത്തിട്ട് വരികയാണ്. ബാഗ് എടുത്തിട്ട് പുള്ളി പറഞ്ഞു ഇതൊരു നെഗറ്റീവ് എനർജി കണ്ടുപിടിക്കാനുള്ള ഒരു എക്യുപ്മെന്റ് ആണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്താണ്. പെൻഡുലം വെച്ചൊക്കെയാണ് ചെയ്യുന്നത്. ഇത് ബ്രാസും ചില സാധനങ്ങളുടെ പാർട്സും ഒക്കെ കൂട്ടി യോജിപ്പിച്ച് പുള്ളി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനെ വലിയ കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല. പക്ഷെ RG നാദി ചേട്ടൻ അദ്ദേഹത്തിന്റെ ചില അനുഭവങ്ങൾ കൊണ്ട് ഇദ്ദേഹം പറയുന്നതൊക്കെ കൃത്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം ഈ എക്യുപ്മെന്റ് എടുത്തിട്ട്, അപ്പോൾ ഞാൻ ഒരു തമാശയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന 1-2 പേരോട് നിങ്ങൾ പുറത്തിറങ്ങിക്കാമെങ്കിൽ ഇപ്പോൾ ഈ നെഗറ്റീവ് എനർജി ഇറങ്ങിപ്പോകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം അത് കൊണ്ടുവന്ന് എല്ലാവരുടെയും എടുത്ത് കാണിക്കുമ്പോൾ ഇത് ക്ലോക്ക് വൈസിലാണ് ഈ സാധനം കറങ്ങുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറഞ്ഞു നെഗറ്റീവ് എനർജി ആണെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങുമ്പോൾ. അപ്പോൾ അവസാനം അത് എൻ്റെ നേരെ നീട്ടിയപ്പോൾ അത്ഭുതം പോലെ ഈ ക്ലോക്ക് വൈസിൽ കറങ്ങിക്കൊണ്ട് സാർ അവിടെ നിന്നിട്ട് ആൻറ്റി ക്ലോക്ക് വൈസിൽ കറങ്ങാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ ദൈവമേ ഞാനാണോ ഇനി ഇവിടുത്തെ നെഗറ്റീവ്. അപ്പൊ ഇദ്ദേഹം നെഗറ്റീവ് എനർജി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇപ്പൊ എൻ്റെ ഒപ്പം വല്ല ആത്മാവും ഉണ്ടോ, ഇതൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ, അപ്പോഴത്തേക്ക് ഞാനൊന്ന് മാനസികമായിട്ട് ഡൗൺ ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ എന്താണ് ഈ നെഗറ്റീവ് എനർജി ചേട്ടാ? അതൊന്നുമില്ല, രോഹിത് ഇപ്പോൾ പല ആളുകളെ കണ്ട് ഒരുപാട് എടുത്ത് പോയിട്ടല്ലേ ഇവിടെ വരും, അപ്പോൾ അവരുടെയൊക്കെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതാകാം എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനൊന്ന് പുറത്തിറങ്ങി കുറച്ച് നേരം ഞാൻ ആലോചിച്ചു, ഈ പുള്ളി എന്നോട് ആദ്യമേ പറഞ്ഞത് എന്താ, തസ്മൈ ഗുരുജിയോട് ചോദിച്ച പോലുള്ള ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വിമർശനങ്ങൾ ഇന്നലെ നമ്മളിട്ട
വീഡിയോയിൽ പോലും വന്നിരിക്കുന്ന കമന്റ് രോഹിതിന് പുച്ഛമില്ലാതെ സംസാരിക്കാൻ അറിയാമോ, രോഹിത് പുച്ഛിച്ച് സംസാരിക്കുന്നു, അങ്ങനെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്ന് രാവിലെ എന്നെ ഒരാൾ വിളിച്ചപ്പോൾ രോഹിതിന്റെ ചോദ്യങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരാളുടെ സൈഡ് പിടിക്കുന്നു എന്നിട്ട് തോന്നലുണ്ടാകാതെ സൈഡ് പിടിക്കാറുണ്ട്. ചില ആളുകൾ എന്റെ മുന്നിൽ കിട്ടുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ആരാധിക്കുന്ന ചില ആളുകൾ എന്റെ മുന്നിൽ കിട്ടുമ്പോൾ അവരുടെ നിലപാടുകൾ ശരിയാണ് എന്ന് പറയും. പൊളിറ്റിക്കലി ഒക്കെ വരുന്ന സമയത്ത് ഞാൻ വളരെ സമാധാനത്തോടെ റെസ്പെക്ടോടെ ഇരുന്ന് സംസാരിക്കണം. അല്ലാത്ത സമയത്ത് എന്റെ ചോദ്യങ്ങൾ സാധാരണക്കാർക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് എന്നാണ് മനസ്സിലാവും. എന്റെ രീതികൾ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരുമുണ്ട്. അതിന് രണ്ടിനെയും ഞാൻ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് തന്നെയാണ് സ്വീകരിക്കുന്നത്. കാരണം ഇവരൊക്കെയാണ് എന്റെ പ്രേക്ഷകർ. എന്നെ കുറ്റം പറയാനാണെങ്കിലും എന്റെ കുറ്റങ്ങൾ പറയുന്നവരാണെങ്കിലും അവരോടൊക്കെ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളൊക്കെ വീഡിയോ കാണുന്നതുകൊണ്ടാണ് നമ്മുടെ ചാനൽ നിലനിന്ന് പോകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം, ഇദ്ദേഹത്തെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് പൊരിക്കുമോ എന്നൊരു സംശയമുള്ളത് കൊണ്ട് എന്നെ ഡൗൺ ആക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞതാണോ എന്നൊരു ചിന്ത എനിക്കുണ്ടായി. സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണോ എന്ന് ചിന്തിച്ചു. അപ്പൊ ഞാൻ ആ ആറ്റിറ്റ്യൂഡോടെയാണ് ചോദ്യം ചോദിക്കാതിരിക്കുന്നത്. പക്ഷെ ഇന്റർവ്യൂ തുടങ്ങി പോകെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കാൻ ഇരുന്നത് കുറെ കമന്റുകളിൽ നിന്ന് ഇദ്ദേഹത്തിനുണ്ടായ വിമർശനങ്ങളാണ്. എന്റെ ലക്ഷ്യവും അത് തന്നെയായിരുന്നു. ഒന്ന്, ഇദ്ദേഹം പറയുന്നതിനെല്ലാം കേട്ടിരിക്കാതെ ഡിഫെൻഡ് ചെയ്ത് നോക്കാം. പക്ഷെ എനിക്ക് ആ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ എന്തോ ഒരു ആകർഷണത, ഞാൻ ആ ഇന്റർവ്യൂവിൽ അത് പറയുന്നുണ്ട്, ഏതൊരു എപ്പിസോഡിൽ പറയുന്നുണ്ട്. കണ്ണുകളിൽ ചെറിയൊരു റെഡിഷ് കളറും, അദ്ദേഹം ഇങ്ങനെ നമ്മളെ തന്നെ നോക്കിയിരിക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു വല്ലായ്മ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ എക്യുപ്മെന്റ് ഷൂട്ടിനിടയിൽ, അതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്, അതായത് പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണ്. ഷൂട്ടിനിടയിൽ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം ആദ്യം വേണ്ട എന്ന് പറഞ്ഞിരുന്നു, തുടക്കത്തിൽ ഇത് കാണിക്കണം. പക്ഷെ ഞാൻ ഇന്റർവ്യൂവിന്റെ ഇടയിൽ, റെക്കോർഡിങ്ങിന്റെ ഇടയിൽ വീണ്ടും ഇത് ചോദിച്ചു, ആളുകളെ കാണിക്കണം എന്നുള്ള കൗതുകം. അപ്പോഴാണ് ഇത് വീണ്ടും നീട്ടുമ്പോൾ ആന്റി ക്ലോക്ക് വൈസിൽ കറങ്ങും. അതിൽ വേറൊരു വീഡിയോ ഞങ്ങൾ പബ്ലിഷ് ചെയ്യാത്ത വീഡിയോ ഉണ്ട്. അതുകൊണ്ടാണ് ഹൈലൈറ്റിൽ കാണിക്കുന്ന മൊത്തം വീഡിയോകളും വീഡിയോയിൽ ഇല്ലാത്തത്. ആ വീഡിയോയ്ക്കകത്ത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇത് കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ മറ്റേ കാറിന്റെ ആന്റിന. സ്വാഭാവികമായിട്ടും അതിന്റെ ആവശ്യമില്ല, ഒരു പെൻഡുലത്തിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ അത് കാണുന്ന ആളുകൾക്ക് സ്വാഭാവികമായും ഒരു വിഷ്വൽ എഫക്റ്റ് ഒക്കെ ഉണ്ടാക്കി എടുക്കുമ്പോഴാണല്ലോ ഇതിനകത്ത്. അപ്പൊ അങ്ങനെ ഒരു ഫാൻസി മോഡലിൽ ഉണ്ടാക്കി ഈ ഒരു വസ്തുവിന് എനർജി കൺസ്യൂം ചെയ്യാൻ അല്ലെങ്കിൽ എനർജി ഉൾക്കൊള്ളാൻ സാധിക്കും എന്ന് പറയുന്നത് ആളുകൾ അതിനത് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ കിണറ്റിന്റെ സ്ഥാനം കണ്ടെത്താൻ തേങ്ങ വെച്ച്, കുരുത്തോല വെച്ചൊക്കെ, ഓല വെച്ചൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഇത് കറക്റ്റാണ്. അത് വെച്ച് കാണിക്കുന്ന സ്ഥലങ്ങളിൽ വെള്ളം കിട്ടാറുമുണ്ട്. ഇത് ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു മാധ്യമം മാത്രമാണ്. ഇവർക്ക് അതിന്റെ കപ്പാസിറ്റി, ഇവരുടെ എനർജി അത്രത്തോളം ആണെങ്കിൽ ഇത്തരം ആളുകൾക്ക് അത് കണ്ടെത്താൻ കഴിയുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എനിക്ക് അതിന്റെ ഇതിനെപ്പറ്റി അറിയാം. പക്ഷെ എന്റെ മുന്നിൽ ഞാൻ കണ്ടതാണ്, അദ്ദേഹം എങ്ങോട്ടും കറക്കൊന്നുമല്ല, അദ്ദേഹം നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിരിക്കുന്ന ഈ പെൻഡുലം എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇത് ബാക്കിയുള്ളവരോടെല്ലാം ക്ലോക്ക് വൈസിൽ കറങ്ങുകയും എൻ്റെ അടുത്ത് വരുമ്പോൾ മാത്രം ആന്റി ക്ലോക്ക് വൈസിൽ കറങ്ങുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിൽ ഒരു പക്ഷേ ഇദ്ദേഹത്തിന് ചോദ്യങ്ങൾ ചോദിച്ച് കുഴപ്പിക്കണമെന്ന ഒരു മൈൻഡിലാണ് ഞാൻ നിൽക്കുന്നത് കൊണ്ടാകാം അതങ്ങനെ കറങ്ങുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ആളുകൾ കാണാത്ത കുറച്ച് വിഷ്വൽസ് ഉണ്ട്. അതായത് 2 ക്യാമറയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇപ്പുറത്ത് നമ്മുടെ RG നാഥിനെയും കൂടി വിളിച്ചിരുത്തിയിട്ട് ഞങ്ങൾക്ക് 2 പേർക്ക് നേരെ മാറ്റുമ്പോൾ ഇത് ക്ലോക്ക് വൈസിലോ ആന്റി ക്ലോക്ക് ഒരുമിച്ച് കറങ്ങുന്ന ഒരു വിഷ്വൽ ഉണ്ട്. അത് ഫോണിൽ റെക്കോർഡ് ചെയ്തു സൈഡിൽ നിന്നാണ്. പക്ഷെ എന്റെ കയ്യിൽ നിന്നൊരു അബദ്ധം, എന്റെ ഐഫോണിലാണ് റെക്കോർഡ് ചെയ്തത്, എന്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി എന്ന് പറയുന്നത് ആ വീഡിയോ ഡിലീറ്റ് ആയി, പെർമനന്റ്ലി ഡിലീറ്റ് ആയി. അതുകൊണ്ടാണ് അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റിയത്. അപ്പം ഷൂട്ടിനിടയിൽ എന്തോ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവുകയും ഞാൻ ചുമക്കുകയും ചെയ്തു. അതാണ് എഡിറ്റർ ഇതിനോടൊപ്പം ചേർത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ചുമക്കുന്ന ഒരു സാധനം, അതിനുശേഷം ഞാൻ ചൂടുവെള്ളമൊക്കെ കുറിച്ച് നോക്കിയതിനു ശേഷമാണ് രണ്ടാമത് വീണ്ടും. കാരണം അന്ന് ഞാൻ ശാരീരികമായും മാനസികമായും ഡൗൺ ആയിരിക്കുന്ന ഒരു സമയമാണ്. കാരണം യാത്രയുടെ ക്ഷീണവും ടെൻഷനും കാര്യങ്ങളും ഒക്കെ എനിക്കുണ്ട്. അതായിരിക്കാം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് എനർജി എന്ന് പിന്നീട് അദ്ദേഹം പറഞ്ഞു. അതായത് വഴിയും പറയുന്നു, പോകുമ്പോൾ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു കടലിൽ ബീച്ചിൽ ഒന്ന് കുളിക്കാൻ നോക്കൂ, അതല്ലെങ്കിൽ വീട്ടിലെത്തിയതിനു ശേഷം ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങി വെള്ളത്തിൽ കലക്കി. അപ്പൊ ഉപ്പ് എന്ന് പറയുന്ന സാധനത്തിന് മറ്റ് രാജലക്ഷ്മി മാഡത്തിന്റെ ഇന്റർവ്യൂവിലും പുള്ളിക്കാരി ഇത് പറഞ്ഞിട്ടുണ്ട്, എന്തോ ഒരു നെഗറ്റീവ് എനർജി കളയാൻ പറ്റും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞാനതൊന്നും ചെയ്തു നോക്കിയില്ല. ഞാൻ മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഓക്കെ ആയതോടുകൂടി ഞാൻ ഓക്കെ ആയി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അന്ന് അവിടെ സംഭവിച്ചത് ഇതാണ്. രണ്ടാമത് ഈ RG നാഥും ഞാനും കൂടി അപ്പുറം എടുത്ത വീഡിയോ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. പോകാൻ നേരം അദ്ദേഹം എന്നോട് പറഞ്ഞു, രോഹിത് ശ്രദ്ധിക്കണം, എന്തോ ഒരു പ്രശ്നം രോഗത്തിനുണ്ട്, വാഹനമൊക്കെ കൈകാര്യം ചെയ്യും. സോ അതിന് ഞാനൊരു ഉപദേശമായി തന്നെ എടുത്തു, ഒരു വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിച്ചോടിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹം എങ്ങനെയാണ് ഈ പോസിറ്റീവ് എനർജിയെയും നെഗറ്റീവ് എനർജിയെയും ഡിഫൈൻ ചെയ്യുന്നത്? എങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം അന്ന് പറഞ്ഞത്, ആ റൂമിൽ, സ്റ്റുഡിയോ റൂമിൽ നമ്മൾ 4-5 പേര് മാത്രമല്ല, നമ്മൾ കാണാത്ത ആളുകളുമുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണിന് കാണാത്തതിനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഉപകരണം ഡിറ്റക്ട് ചെയ്തതാണോ, അദ്ദേഹത്തിന് ഫീൽ ചെയ്യാൻ പറ്റുമെന്നാണ് ആവശ്യപ്പെടുന്നത്.
അവിടെ നെഗറ്റീവ് എനർജി ആത്മാക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരാളല്ല ഒരുപാട് പേര് ഈ ആത്മാക്കളെ കുറിച്ച് നമ്മുടെ അടുത്ത് സംസാരിക്കും. അത് വിശ്വസിക്കേണ്ടെന്നവർക്ക് വിശ്വസിക്കും. നമ്മൾ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നത് നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അപ്പം ആ ഒരു എനർജി, ചില പ്രസൻസ്, ചില കാര്യങ്ങൾ, അത് ഇവർ പറയുന്നതിൽ ഒരു പരിധി വരെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ജീവിതത്തിൽ. അപ്പോൾ അദ്ദേഹം ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് അദ്ദേഹത്തിന്റെ കണ്ണ് ഈ വലത്തെ സൈഡിലേക്ക് പോകും, വേറെ ആ ഭിത്തിയിലേക്ക് എന്തോ നോക്കുന്നത് പോലെ എനിക്ക്. ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയും അങ്ങനെയൊന്നും ഇല്ല എന്നാണ്. പക്ഷെ എനിക്കത് ഫീൽ ചെയ്തു, എന്തോ ഒന്നിലേക്ക് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ കോൺസെൻട്രേഷൻ കൊണ്ടുപോകുന്നു ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആളായതുകൊണ്ടോ ഒക്കെ ആയിരിക്കാം അദ്ദേഹത്തിന് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകുന്നത്. എന്തായാലും വേണു ഇടയത്ത് എന്ന് പറയുന്ന ആൾ കാരണം ഒരുപാട് പേർക്ക് പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറ്റപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണം കണ്ടെത്തി അദ്ദേഹം ചെയ്യുന്ന ക്രിയകളിലൂടെ, ചെറിയ ചെറിയ ക്രിയകളിലൂടെ. പക്ഷെ ഇതൊന്നും എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതൊന്നും വിറ്റ് പൈസയാക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നി. ഒരു സാധാരണക്കാരനാണ്. അപ്പം അദ്ദേഹത്തെ പലപ്പോഴും നമ്മൾ ഇന്റർവ്യൂവിന് വളരെ നിർബന്ധിച്ചിട്ടാണ് വിളിക്കുന്നത്. വേറെ ചാനലുകളിലൊന്നും അദ്ദേഹം അങ്ങനെ ഇന്റർവ്യൂ കൊടുത്ത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മുടെ അത്രയും ഒരു കംഫർട്ട് സോണിൽ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒട്ടനവധി ആളുകൾ, ഇപ്പം ജോർജ് മാത്യു സാറിനെ പോലെ അത്രയും സീനിയറായ ഒരു പാരാസൈക്കോളജിസ്റ്റ് കൂടെ കൊണ്ടുപോകണമെങ്കിൽ അദ്ദേഹത്തിന് അതിലുള്ള വിശ്വാസ്യത ഭയങ്കരമായിരിക്കാം. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ സിംപ്ലിസിറ്റി, അദ്ദേഹം സംസാരിക്കുന്ന രീതി, ഒരു സാധാരണക്കാരനെ പോലെ നമുക്ക് സംശയങ്ങൾ പറഞ്ഞു തരുന്ന ഒരു രീതി, അതൊക്കെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് വീണ്ടും അദ്ദേഹം പറയുന്ന കൺസെപ്റ്റുകളുമായി നമ്മൾ വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകും. അന്ന് ആ റൂമിൽ നടന്നത് ഇതാണ്. ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം ഇത് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും എൻ്റെ മനസ്സിൽ അത് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇദ്ദേഹത്തിനോട് ചോദ്യം ചോദിച്ച് കുഴപ്പിക്കണം എന്ന ആറ്റിറ്റ്യൂഡ്. പക്ഷെ എനിക്ക് ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ, അദ്ദേഹവുമായി ഇടപഴകിയപ്പോൾ എനിക്ക് ആ ഒരു ഫ്ലോയിൽ, ആ ഒരു സ്പേസിൽ എനിക്ക് അങ്ങനെ സംസാരിക്കും. എന്നിട്ട് ഞാൻ പല ചോദ്യങ്ങളും അവിടെ ചോദിക്കുന്നുണ്ട്, പല എക്സ്പീരിയൻസുകളും ഞാൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ വളരെ കംഫർട്ട് ലെവലിൽ ഇരുന്നുകൊണ്ട് ആ ഇന്റർവ്യൂ എനിക്ക് തീർക്കാൻ പറ്റി. ആ ഒരു ഉപകരണം രോഹിതേട്ടൻ വാങ്ങി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കയ്യിൽ പിടിച്ചോണ്ടിരുന്ന ആ ഒരു സമയത്ത് രോഹിതേട്ടൻ ചോദിക്കുന്നുണ്ടായി, ഇത് എനിക്കും ഈ കഴിവ് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അത് അദ്ദേഹം ആർജിച്ചെടുത്ത കഴിവാണോ അല്ലെങ്കിൽ അത് മറ്റൊരാൾക്ക് കൂടെ സാധ്യമാണോ? അല്ല, അത് അദ്ദേഹം പറഞ്ഞത് ഓരോരുത്തരുടെ എനർജി ലെവലിനനുസരിച്ചിരിക്കും. ഇപ്പം ഞാൻ അത് മേടിച്ച് നിൽക്കുമ്പോൾ വളരെ വെറുതെ നിൽക്കുക, ഞാൻ ഇങ്ങനെ ആട്ടിയപ്പോഴാണ് അത് ആടാൻ തുടങ്ങി. അതേസമയം ആർജിനാഥ് ഏട്ടൻ അത് വാങ്ങി, അദ്ദേഹം വാങ്ങിയിട്ട് അദ്ദേഹം ഇത് പിടിക്കുന്ന സമയത്ത് ചെറുതായിട്ട് അത് അനങ്ങാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരുപക്ഷെ ഇതിനോടുള്ള വിശ്വാസമാകാം. ഞാൻ എപ്പോഴും ഒരു സംശയത്തിന്റെ കണ്ണിലൂടെയാണ് കാണുന്നത്. ആർജിനാഥ് ചേട്ടന് വർഷങ്ങളായി വേണുചേട്ടനെ അറിയാവുന്നതുകൊണ്ടും അദ്ദേഹം ചെയ്യുന്ന രീതികളോട് അദ്ദേഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്നതുകൊണ്ടും പിന്നെ ഇത്തരം കാര്യങ്ങളിൽ എന്നേക്കാൾ കൂടുതൽ വിശദമായി പഠിക്കുകയും ചെയ്യുന്നത്, എന്റെ മേഖല അതല്ല എന്ന് എല്ലാവർക്കും അറിയുള്ള കാര്യമാണ്. അപ്പം കൂടുതൽ ആദിനാഥ് ചേട്ടനായാലും ശില്പിയായാലും ഈ വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കണ്ടന്റുകൾ എടുക്കുന്നവരാണ്, അതിനെക്കുറിച്ച് പഠിക്കുന്നവരാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് അത് കുറച്ചുകൂടി വഴങ്ങി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നി. എനിക്കത് ഒട്ടുമേ വർക്കായില്ല. എൻ്റെ കയ്യിൽ നിന്നപ്പോൾ അത് ആടുക പോലും ചെയ്തില്ല. ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ അനക്കിയപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടാനുള്ളത്. പക്ഷേ ഇദ്ദേഹം പിടിക്കുമ്പോൾ ഇത് കൃത്യമാണ് അനുഭവം. എനിക്കതാണ് ഞെട്ടിപ്പോയൊരു സാധനം. എന്തായാലും അതൊരു മിഷനാണ്. അത് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് വേറെ ഒന്നുമില്ല. ഒരു കയ്യിൽ പിടിക്കുന്ന ഒരു പിച്ചളപ്പിടി പോലെ എന്തോ അത് ഒരു പൈപ്പിന്റെ പീസാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു കറങ്ങുന്ന സാധനം, അത് വല്ല ബോൾസോ വല്ല ഇട്ടിട്ടായിരിക്കും അത് കറങ്ങാം. അതിങ്ങനെ വെറുതെ പിടിക്കുന്നു. അതിനെ ഇപ്പൊ ആളുകൾക്ക് പറയാം, വെറുതെ ഇങ്ങനെ ആരും അറിയാത്ത രീതിയിൽ അത് അനക്കി കഴിഞ്ഞാൽ ആടും. അത് അനങ്ങുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. ആ കൊടുക്കുന്ന പ്രഷറിനനുസരിച്ച് ഇവിടെ ഇത് ചലിക്കണമെങ്കിൽ സയൻസ് ആണ്, അതിനൊരു പരിധിയുണ്ട്. ഈ കൊടുക്കുന്ന പ്രഷറിന്റെ ഒരു പരിധിയാണല്ലോ ഈ ചലിച്ചു വരുന്നത്. ഇതെങ്ങനെയല്ല, ഇത് നിൽക്കാതെ ചലിക്കാൻ. മനസ്സിൽ ഓർത്തിരുന്നു കാര്യം, മാജിക്കുകാര് വല്ലതൊക്കെ അദൃശ്യമാക്കുന്ന പോലെ ഇതിലൊരു ബാറ്ററിയുടെ സപ്പോർട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു റിമോട്ട് കൺട്രോളിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നുമില്ല. സിമ്പിൾ ആണ്. അതെന്റെ കയ്യിൽ തന്നു, ഞാനതെല്ലാം നോക്കി, ഒന്നുമില്ല. അദ്ദേഹം തന്നെ ഉണ്ടാക്കിയെടുത്ത ആ ഇരിക്കുന്ന ആന്റിന പോലെ ഇരിക്കുന്ന സാധനം നീട്ടാൻ പറ്റും. കാറിന്റെ ആന്റിനയാണ്, അത് നീട്ടണമെങ്കിൽ നീട്ടാം. ഇതൊരു പരുവത്തിൽ വെച്ചിരിക്കുന്നു, ഇതിങ്ങനെ പിടിക്കുന്നു, അത് കറങ്ങുന്നതാണ്. നമ്മുടെ മെന്റൽ പവർ ആണ് അപ്പൊ അവിടെ അതായിട്ട് കണക്ട് ആവുന്നത്. ഒരു മെന്റൽ പവറിനെ ആ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവന്ന് അത് കണക്ട് ആയിട്ട് അത് കറങ്ങുകയാണ്. അപ്പൊ എന്തായാലും ഇത് അദ്ദേഹം പറഞ്ഞ കഥകൾ, നമ്മൾ അന്വേഷിച്ച കഥകൾ, ഇദ്ദേഹത്തിന്റെ കണ്ടുപിടിച്ച പല കാര്യങ്ങളും, പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തപ്പോൾ അവർക്കൊക്കെ അവരുടെ പ്രശ്നങ്ങളിൽ ഫലമുണ്ടായി. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഒരാൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളെ വിശ്വസിക്കാം എന്നുള്ളതാണ്. അപ്പോൾ വിശ്വസിക്കേണ്ടുന്നവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കേണ്ടാത്തവർക്ക് വിശ്വസിക്കേണ്ട. സംശയത്തിന്റെ കണ്ണുകളുമായി ചോദ്യം ചോദിക്കാൻ പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എനിക്ക് അതുകൊണ്ട് പിന്നോട്ട് പോകാൻ പറ്റില്ല. ഞാൻ ഇപ്പോഴും സംശയത്തിന്റെ കണ്ണുകൊണ്ട് തന്നെയാണ് എല്ലാവരോടും ചോദ്യം ചോദിക്കുക. അതങ്ങനെ തുടരുകയും ചെയ്യും.